കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ACP CPM സ്ഥാനാർത്ഥി റിട്ടയർഡ് കണ്ണൂർ ACP TK രത്നകുമാർ ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ നിന്നും ജനവിധി തേടും. മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. ഇപ്പോൾ ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ACP CPM സ്ഥാനാർത്ഥി ആകുമ്പോൾ എങ്ങനെയായിരുന്നു അന്വേഷണം എന്നുള്ളതും രാഷ്ട്രീയ ചായ്വും വ്യക്തമാകുകയല്ലേ? നമുക്കറിയാം, ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ കോലാഹലങ്ങളും വലിയ വിവാദങ്ങളും ഒക്കെ തന്നെ ഉയർന്നതാണ്. അന്ന് ആ കേസ് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തിയ ആ സംഘത്തിലുണ്ടായിരുന്ന മുൻ ACP TK രത്നകുമാറാണ് ഇപ്പോൾ CPM വളരെയേറെ ശക്തിയുള്ള കോട്ടൂർ എന്ന് പറയുന്ന ശ്രീകണ്ഠാപുരത്തെ വാർഡിൽ നിന്ന് ജനവിധി തേടുന്നത്. CPM ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലം കൂടിയാണിത്. മാത്രമല്ല, ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് CPM നേതാവ് PP ജിതിയെ പ്രതിയാക്കി കേസെടുത്ത് അന്വേഷണം നടത്തിയപ്പോൾ ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ചതും അന്ന് ACP ആയിരുന്ന ഈ രത്നകുമാറാണ്. അന്വേഷണത്തിൽ അട്ടിമറി ഉണ്ടായെന്നും പക്ഷപാതിത്വത്തോടെയാണ് അന്വേഷണം നടത്തിയതെന്നും അന്ന് നവീൻ ബാബുവിന്റെ കുടുംബവും ആരോപിച്ചിരുന്നു. ഈ കേസിൽ, അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെയാണ് രത്നകുമാർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് ഏതാണ്ട് മാസങ്ങൾ തികയുന്നേ ഉള്ളൂ. അതിനിടയിലാണ് ഇയാൾ ഇതുപോലെ തന്നെ ശ്രീകണ്ഠാപുരം നഗരസഭയിൽ നിന്ന് ജനവിധി തേടിക്കൊണ്ട് രംഗത്തെത്തുന്നത്. ഈ പ്രതിനിധിയായിട്ട് തന്നെ ഇയാൾ മത്സരിക്കുന്നതിനെതിരെ വലിയ വിമർശനങ്ങളും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. കാരണം നവീൻ ബാബുവിന്റെ കേസ് അട്ടിമറിച്ചതിലുള്ള പ്രതിഫലമാണ് ഈ ഒരു സ്ഥാനാർത്ഥിത്വം എന്ന ആരോപണമാണ് പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. രോഹിണി, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.